ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് പള്ളിക്കുന്ന് പള്ളി. കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു ക്രിസ്തീയ ദേവാലയമാണ് പള്ളിക്കുന്ന് പള്ളി. 1908 ഫാദർ ജെഫ്രീനോ എന്ന ഫ്രഞ്ചുകാരനായ പുരോഹിതനാണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം കോഴിക്കോട് രൂപതയുടെ കീഴിലാണ് കേട്ടോ. ഈ പള്ളിയുടെ ഒരു രസകരമായ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള കുറേ ആചാരങ്ങൾ ഇവിടെയും ഉള്ളതാണ്. നമ്മുടെ ശയനപ്രദക്ഷിണം, മുട്ടലെഴിയുക, പാത്രം വലിക്കുക, അങ്ങനെയുള്ള ഒരുപാട് നേർച്ചകൾ, അതിനപ്പുറത്തേക്കും കൂടുതൽ ഒരുപാട് നേർച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെയും ഉണ്ട്. ഇവിടുത്തെ പെരുന്നാളെന്ന് പറയുന്നത് 17 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അത് എല്ലാ വർഷവും ഫെബ്രുവരി 2 തീയതി മുതൽ 18 തീയതി വരെയാണ് കേട്ടോ. 10, 11 തീയതികളിലാണ് പ്രധാന തിരുനാൾ. കേരളത്തിലെമ്പാടു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഈ പെരുന്നാളിനെത്താറുണ്ട്. നെറ്റിപ്പെട്ടും കിട്ടിയ ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രദക്ഷിണവും നേർച്ച ഭക്ഷണവും വിവിധ നേർച്ച കാഴ്ചകളും ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. പള്ളിക്കുന്ന് പള്ളി കൽപ്പറ്റയിൽ നിന്ന് 14 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുമ്പോഴാണെങ്കിൽ 38 കിലോമീറ്റർ ഡിസ്റ്റൻസാണുള്ളത് കേട്ടോ. ഇനി മാനന്തവാടിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ 23 കിലോമീറ്ററാണ് പള്ളിക്കുന്ന് ചർച്ചിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം എല്ലാ വർഷവും ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ. കല്യാണത്തിന് മുൻപ് ഞാനങ്ങനെ വരാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ആ വർഷം മുതൽ ഈ വർഷം വരെയും ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പോയിട്ടുണ്ടാവും. 1, 2, 3 പ്രാവശ്യം എന്തായാലും പോകലുണ്ട്. ഈ പ്രാവശ്യം ഒരു പ്രാവശ്യമാണ് പോയിട്ടുള്ളത്. ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ നേർച്ച കാഴ്ചകളെല്ലാം നടത്തി പള്ളിയുടെ മേലെ ഭാഗത്തൊരു ഗ്രോട്ടോ മാതാവിൻ്റെ കണ്ടില്ലേ, അവിടെ കയറി നേർച്ചകൾ, നമ്മൾ വീട് കയറി കിട്ടിയ നേർച്ചകളൊക്കെ അവിടെ സമർപ്പിച്ച്, നേർച്ച പൈസയൊക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ച്, കുർബാന കൂടാൻ സാധിക്കാറില്ല കേട്ടോ. ഫുൾ കുർബാന കൂടാറില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഒരു ഫുൾ കുർബാന കൂടണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് പോയത്. പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ച്, എല്ലാ ദിവസവും തന്നെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുടുംബ കൂട്ടായ്മകളുടെ കലാപരിപാടികൾ, സൺഡേ സ്കൂളിൻ്റെത്, പിന്നെ പള്ളി വക സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെയൊക്കെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കോമഡി ഷോ, നാടകം, ഓരോ ദിവസവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാകും. 11 തീയതിയിലെ പ്രദക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാണ്. ജനസാഗരം എന്നൊക്കെ കേൾക്കില്ലേ, അതാണ് അവിടെ. മാതാവിൻ്റെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, അവിടുന്ന് പുറത്തു നിന്ന് വരെ എത്തുന്നുണ്ടെന്നുള്ളതാണ് സത്യം. എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയുക, വിഷമങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഓടി വരാറുണ്ട്. പെരുന്നാൾ സമയത്ത് മാത്രമല്ല, അല്ലാതെ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും പറ്റും. എല്ലാ ദിവസവും രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ നമുക്ക് പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇപ്പം എല്ലാ ശനിയാഴ്ചകളിലും കുർബാനയും നേർച്ച ഭക്ഷണവും പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ധ്യാനം, അങ്ങനെയുള്ള തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കലാപരിപാടികൾ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാരെ കേട്ടോ കാണുന്നത്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ പള്ളിയുടെ സൈഡ് വശത്തായിട്ട് നേർച്ച ഭക്ഷണ വിതരണവും നടക്കുന്നുണ്ട്. ഞങ്ങൾ നേർച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പള്ളി എത്തുന്നതിന് മുൻപ് തന്നെ കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് മുതൽ പള്ളിമുറ്റം വരെയും കച്ചവട സംഘങ്ങൾ ഇരു സൈഡിലുമായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, കച്ചവടക്കാരുണ്ട് കേട്ടോ. അപ്പോൾ കടകളിലൊക്കെ കയറി എല്ലാം കാണുകയും മേടിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ പള്ളീൻ്റെ ബേക്ക് ഭാഗത്തേക്കും ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. പള്ളീൻ്റെ ബാക്ക് സൈഡിൽ പാർക്കിങ്ങിൻ്റെ ആ ഏരിയയിലൊക്കെയാണ് ഈ പ്രാവശ്യം റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. റൈഡ് ഉണ്ടായിരുന്നു, പിന്നെന്താ മരണക്കിണർ, അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് എല്ലാവരും അതിനകത്ത്, എല്ലാവരും ഇല്ല, കുഞ്ഞൂട്ടനും അഗിയും കുഞ്ഞാവയും ഡച്ചുമോളും അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി നിന്നേ ഉള്ളൂ കേട്ടോ, ഞാൻ കയറിയില്ല. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു 11:30 കൂടിയിട്ടാണ് പള്ളിയിൽ നിന്ന് രാത്രി തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പോരാനേ തോന്നില്ല. നമുക്ക് നേരം വെളുക്കണത് വരെ അവിടെ നിന്നാൽ നമുക്കൊരു മടുപ്പോ ഒരു വിഷമോ ഒന്നും തോന്നത്തില്ല കേട്ടോ. അപ്പം അവരിതാ റൈഡിനകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കയറിയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ.
വേറെ വേറെ ഒത്തിരി റൈഡുകളുണ്ടായിരുന്നു കേട്ടോ. ഉത്സവത്തിന് വരുന്നത് പോലെ തന്നെ സാധാരണ പെരുന്നാളുകൾക്കൊന്നും ഇത്രയും റൈഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരാറില്ല. ഇവിടെ ഒരു 17 ദിവസത്തെ പെരുന്നാളായതുകൊണ്ട് തന്നെയാണ് ഇത്രയും റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത്യാവശ്യം തിരക്ക് കുറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. 10, 11 ആ ദിവസങ്ങളിലാണ് ഏറ്റവും തിരക്ക് വരുന്നത്. പിന്നെ എല്ലാ ദിവസവും ഒരു മിനിമം തിരക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. ആളില്ലാണ്ട് വരുന്ന ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ അതാ റൈഡിലൊന്നും കയറാൻ അധികം ആൾക്കാരില്ല കേട്ടോ. എല്ലാ റൈഡിലും കയറാനും വലിയ ആൾക്കാർ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് റൈഡും സംഭവങ്ങളും ഒക്കെ. ഏകദേശം ഇത്രയും തിരക്കൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ കേട്ടോ. പിന്നെ മരണക്കിണറുണ്ട് തൊട്ടപ്പുറത്ത്, അതിനകത്തും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പള്ളിക്കുന്ന് പള്ളിയിൽ വരാത്തവരാരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. മാതാവിൻ്റെ അനുഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഓടിയെത്തുന്നത് പള്ളിക്കുന്നിൽ തന്നെയായിരിക്കും. അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് ലഭിച്ച ഒരു പള്ളി തന്നെ. അപ്പം ഞാൻ പള്ളിയിൽ പോയിട്ട് ഇത്രയും വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.